നൗ അസീമാനന്ദയ്ക്ക് വേറൊരു ചരിത്രം കൂടെയുണ്ട്. അസീമാനന്ദ ഗുജറാത്തിലെ ഡാങ്സ് ജില്ലയിൽ ക്രിസ്ത്യൻ മിഷണറിമാരെ ബോൾഡായിട്ട് നേരിട്ടൊരു മനുഷ്യനാണ് അസീമാനന്ദ. അതിൽ മൈനർ വയലൻസ് ഉണ്ടായി, മേജർ ഒന്നുമില്ല, ആൾ മരിച്ചു പോകും അങ്ങനെയൊന്നും ചെയ്തൊന്നുമില്ല. പക്ഷേ ഇവർ പള്ളി എന്ന് വിളിച്ചിട്ട് ഇവർ ചെയ്തുകൊണ്ടിരുന്നത് ഈ വനവാസി മേഖലയിൽ കയറിയിട്ട് ഒരു കുടിൽ കെട്ടിയിട്ട് ഒരു കുരിശും വെച്ച്, അതാണ് പള്ളി. അപ്പോൾ ഇത് അസീമാനന്ദയുടെ ആൾക്കാർ പൊളിച്ചു കളയും. അപ്പോൾ ഇവിടെ പള്ളി പൊളിച്ചു എന്ന് പറഞ്ഞ് വലിയ പ്രചരണം നടക്കും. സാധാരണ പള്ളി പൊളിച്ചു എന്ന് കേൾക്കുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ വലിയ ഒരു പള്ളി, അത് ഡൈനമിറ്റ് വെച്ച് പൊളിക്കുകയോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇതൊന്നുമല്ല. ഇത് തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കുടിൽ കെട്ടിയിട്ട് ഒരു കുരിശം വെച്ചൊക്കെ ചെയ്യുന്നവർ. ഇതിനെ ഹിന്ദു ജാഗരൺ മഞ്ച് എന്ന സംഘടനയുടെ നേതാവായിരുന്നു അസീമാനന്ദ. അസാമാന്യമായ ധൈര്യമുള്ളൊരു മനുഷ്യൻ. അപ്പോൾ അങ്ങനെ ചെയ്തൊരു ചരിത്രവും അസീമാനന്ദയ്ക്കുണ്ട്. അപ്പോൾ അസീമാനന്ദയെ നേരത്തെ തന്നെ അവർ നമ്പർ ഇട്ട് വെച്ചിരുന്നു. ഗുജറാത്തിലൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു കേസിൽ കുടുക്കിയേ പറ്റുള്ളൂ. അങ്ങനെ ഈ കേസിൽ അസീമാനന്ദയും കുടുക്കി. അവർ ആ നെറേറ്റീവ് ഓടിച്ചു. മുംബൈ ആക്രമണ കാലത്ത് അവർ RSS ആണ്, മുംബൈ ആക്രമണം ഓർഗനൈസ് ചെയ്തത് RSS ആണ്. ആ സാധനം വിജയിച്ചു പോയേനെ ബട്ട് ഫോർ തുക്കാറാം ഓംബ്ലെ. തുക്കാറാം ഓംബ്ലെ ഈ ഇവനെ അജ്മൽ കസബിനെ പിടിച്ചതോടെ ഈ നരേറ്റീവിന് നിൽക്കപ്പൊറുതിയില്ലാതെയായി. അങ്ങനെയാണത് കൊളാപ്സ് ചെയ്യുന്നത്. അത് ആരുടെയും എടുക്കല്ല, RSSൻ്റെയോ BJPയുടെയോ ഒന്നും എടുക്കല്ല. ഒരുപക്ഷെ ഈശ്വരൻ്റെ ഒരു ഇടപെടൽ എന്ന് പറയണം. അല്ലെങ്കിൽ ഈ സ്ഫോടനത്തിന് പിന്നിൽ, ഈ താജ് ആക്രമണത്തിന് പിന്നിൽ RSS ആണെന്ന് അവർ സ്ഥാപിച്ചേനെ. അതുകൊണ്ട് തന്നെ ഈ മുംബൈ തീവ്രവാദ പ്രവൃത്തിക്ക് ശേഷം പാകിസ്ഥാന് ഒരു മറുപടിയും കോൺഗ്രസ് കൊടുത്തില്ല. മാത്രമല്ല, കോൺഗ്രസ്സുകാർ പാകിസ്ഥാനിലെ ഒരു റിസോർട്ടിൽ ആ സമയത്ത് ഉണ്ട് താനും ഇവിടെ ഈ അക്രമം നടക്കുമ്പോൾ. അന്ന് വലിയ ഡിസർവീസ് ചെയ്ത ആളാണ് ബർഖാദത്ത് എന്ന പത്രക്കാർ. അവർ ഇത് ലൈവ് ടെലിവിഷനിൽ കൊടുത്തുകൊണ്ടിരുന്നു. പോലീസുകാർ ഇവിടെ എത്തി, പട്ടാളം അവിടെ എത്തി, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. എവറിത്തിങ് ഈസ് നോൺ ടു പാകിസ്ഥാൻ. പാകിസ്ഥാൻകാർ അവരുടെ കമ്മ്യൂണിക്കേഷൻ വഴിക്ക് താജ് ഹോട്ടലിനുള്ളിലുള്ള ഭീകരന്മാർക്ക് ഈ വിവരം ചോർത്തി കൊടുത്തുകൊണ്ടിരുന്നു. ഇതെല്ലാം, ഈ ദ്രോഹമെല്ലാം ചെയ്തവരൊക്കെ ഇപ്പോഴും ജീവനോടെയുണ്ട്, ചിദംബരം അടക്കം. ബട്ട് നരേറ്റീവ് വാസ് ബിൽഡപ്പ്. ഇനിയിപ്പോൾ ആ നരേറ്റീവ് ഇല്ലാതാവാനൊന്നും പോകുന്നില്ല ഈ കോടതി വിധി കൊണ്ട്. എന്നുവെച്ചാൽ എപ്പോഴും ആൾക്കാർ പറയും, നമുക്കറിയാം മാലേഗാം സംജോത. അപ്പോൾ തിരിച്ച ആൾ പറയും, എന്ത് മാലേഗാം, അത് അവരെല്ലാം അല്ലാന്ന് തെളിഞ്ഞു. പക്ഷേ ഒരു കേസുണ്ടായല്ലോ കോടതിയിൽ. ഇപ്പോൾ വിചാരണയും സംഗതിയൊക്കെ കഴിയുമ്പോൾ വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക് എല്ലാ കേസും തള്ളിപ്പോകും. അതിൽ വലിയ കാര്യമൊന്നുമില്ല. കേസിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെട്ടില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ നിഷ്കളങ്കരാണെന്ന് പറയാൻ പാടില്ല. തെളിവുകളുടെ അഭാവത്തിലാണ് നിങ്ങൾ രക്ഷപ്പെട്ടത്. ആ തെളിവുകൾ ഇപ്പം നിങ്ങളുടെ 2014 മുതൽ നിങ്ങളാണ് ഭരിക്കുന്നത്, നിങ്ങൾ തന്നെ. നിങ്ങൾ ATSൻ്റെ വക്കീലിനെ എത്ര തവണ മാറ്റി, പ്രോസിക്യൂട്ടറെ എത്ര തവണ മാറ്റുമല്ലോ. 17 വർഷം എന്ന് പറയുമ്പോൾ ഒരേ പ്രോസിക്യൂട്ടർ ആയിരിക്കില്ല, വേറെ ആളുമായി. ഇങ്ങനെ പറഞ്ഞിട്ട് ഈ നരേറ്റീവ് നിലനിർത്താൻ പറ്റും. ഇതാണ് നരേറ്റീവുകളുടെ സക്സസ് എന്ന് പറയുന്നത്.